സഹോദരന്മാരെ, സത്യവിശ്വാസം, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചര്യകളും പിന്തുടർന്ന് പ്രാവർത്തികമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും ശാശ്വതമായ പരലോക വിജയവും നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സച്ചരിതരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നമ്മെ പിരിഞ്ഞുപോയ നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, നമ്മുടെ സഹായികൾ, സർവോപരി നമ്മുടെ ഗുരുവര്യന്മാർ, എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അവലാദികൾ അല്ലാഹു എല്ലാത്തിനും പരിഹാരം നൽകി നമുക്ക് ശാശ്വതമായ ഇഹപര വിജയവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാണ്. അവർക്ക് പൂർണ്ണമായ ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കും. സഹോദരൻ, പവിത്രമായ പരിശുദ്ധമായ ഒരു മാസം നമ്മുടെ മുമ്പിൽ ആഗതമായി. ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസത്തിനെ പവിത്രമാക്കി നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ധാരാളം പാഠങ്ങൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും. മുഹറത്തിൽ നിരവധി ചരിത്ര സംഭവങ്ങൾ കാണാൻ കഴിയും. മുഹറം എന്നത് ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസം. ഹിജ്റ കലണ്ടറിൽ ആദ്യത്തെ മാസം മുഹറം. മുസ്ലിം സമൂഹത്തിന്റെ കാലഗണന, അതിന്റെ ഒരു അടിസ്ഥാനം ഹിജ്റയാണ്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭരിക്കുന്ന കാലം. ഔദ്യോഗികമായ വ്യവഹാരങ്ങളും ഇടപാടുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യവും വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുന്നതിനിടയിൽ രേഖകൾ, ഉടമ്പടികൾ, ഇതൊക്കെ ഒരു സമയബന്ധിതമായി കാലഗണനയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നമുക്കൊരു കലണ്ടർ ആവശ്യം, നമുക്കൊരു കാലഗണനയ്ക്ക് നമ്മുടേതായ ഒരു കലണ്ടർ ആവശ്യം. ഉമർ റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി ആലോചിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനാ യോഗം വിളിച്ചു. സഹാബാക്കളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു, അഭിപ്രായങ്ങൾ പറയണം. ചിലർ പറഞ്ഞു, നമുക്കത് മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു കാലഗണന ചെയ്താലോ. ഇപ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടറൊക്കെ യേശുക്രിസ്തുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ ഒരു സഹാബി അങ്ങനെ അഭിപ്രായപ്പെട്ടു. മറ്റൊരാൾ പറഞ്ഞു, നബിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം. മറ്റൊരാൾ പറഞ്ഞു, ആദ്യമായി വഹി അവതരിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്
അലി റളിയല്ലാഹു തആല പറഞ്ഞു, നമുക്ക് ഹിജ്റയുമായി ബന്ധപ്പെട്ട് കലണ്ടർ രൂപീകരിക്കും. കാലഗണനയുടെ അടിസ്ഥാനമല്ല. കാരണം ഹിജ്റ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മർദ്ദിതാവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു നൽകിയ ഒരു മോചനത്തിന്റെ, ഒരു പ്രതീക്ഷയുടെ, ഒരു സന്തോഷത്തിന്റെ ഒരു സന്ദർഭമാണ്. അതാണ് കാലഗണനയ്ക്ക് നമുക്ക് അടിസ്ഥാനമാക്കാൻ അനുയോജ്യമായ ഒരു സന്ദർഭം. ഉമർ റളിയല്ലാഹു തആലയ്ക്ക് അതെന്തെന്നില്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അപ്പോ ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസം റബീഉൽ അവ്വൽ ആവണ്ടേ? അങ്ങനെയല്ല, മറിച്ച് ആദ്യം മുഹറം മാസം കൊണ്ടാണ് തുടങ്ങുന്നത്. മുഹറം മാസം എന്ന് പറയുമ്പോൾ ഹിജ്റയായി തീരുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത് മുഹറമിൽ നിന്നാണ്. വളരെ പ്രസിദ്ധമായ ചരിത്ര പ്രാധാന്യമുള്ള അഖബ ഉടമ്പടികൾ ആരംഭിച്ചത് മദീനയിൽ നിന്ന് കഅബയിലേക്ക്, മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വന്ന ആളുകളുമായി, ഏതാനും ചില മദീനക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ആ സമരപ്രതിജ്ഞ, ഈ മക്ക വിട്ട് പുതിയ മദീന എന്ന തട്ടകത്തേക്ക് കൂടുമാറാൻ വേണ്ടി നടത്തിയ മുന്നൊരുക്കത്തിന്റെ ആദ്യത്തെ അധ്യായം അത് മുഹറം മാസത്തിലെ അഖബ ഉടമ്പടി. അതുകൊണ്ട് തന്നെ അത് ആദ്യത്തെ മാസമാകുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. മാത്രവുമല്ല, ദുൽഹജ്ജ് മാസം എന്നത് മനുഷ്യ ജീവിതത്തിലെ സുപ്രധാനമായ, ഒരു സത്യവിശ്വാസിക്ക് സുപ്രധാനമായ ഒരു വലിയ കർമ്മം ഹജ്ജ് നിർവഹിക്കപ്പെട്ട് കഴിയുന്ന ഒരു സന്ദർഭം. അത് ഹജ്ജ് കഴിയുന്ന ഒരു സത്യവിശ്വാസി മാതാവ് പ്രസവിച്ച ദിനത്തിലെ കുഞ്ഞിനെ പോലെ പരിശുദ്ധൻ. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ പൂർണ്ണമായി സംസ്കരിക്കപ്പെട്ട നിലയിൽ അവൻ ഒരു പുതുജീവിതത്തിലേക്ക് കടക്കാൻ അവന് പ്രചോദിതമാകുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ പുതിയൊരു ജീവിതത്തിന്റെ തുറവിക്ക് ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണ് എന്ന അടിസ്ഥാനത്തിലെല്ലാം അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കും. സഹോദരന്മാരെ, അപ്പൊ അവിടെ ഈ ഹിജ്റ എന്ന് പറയുന്ന സംഗതി അങ്ങനെ അവിടെ അരങ്ങേറിയിട്ടു. ഇതേ മാസത്തിൽ തന്നെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ഈജിപ്തിലെ അടിച്ചമർത്തപ്പെട്ട ഇസ്രായേൽ ജനവിഭാഗത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തിന്റെ, നബുവത്തിന്റെ തണലിൽ, അതിന്റെ മാർഗദർശനത്തിൽ അവരെ മോചിപ്പിക്കുക എന്നതാണ്. ആ ഒരു സന്ദർഭവും ഈ ചരിത്ര സന്ദർഭത്തോട് ചേർന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറി. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിക്കുന്നതായി കാണുന്നു. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇന്ന് വ്രതമനുഷ്ഠിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഈ ദിവസത്തിലാണ് ഞങ്ങളുടെ മൂസാ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെതിരിൽ സഹായിച്ച ദിവസം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ ഹഖ്ഖു മിൻകും ബി മൂസ, നിങ്ങളെക്കാൾ കൂടുതൽ മൂസയോട് കടപ്പെട്ടവൻ ഞാനാണ്. അങ്ങനെയെങ്കിൽ ഞാനും അത് അനുവർത്തിക്കുകയാണ്. എന്നല്ല, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9-ാമത്തെ നോക്കും ഞാൻ. സഹോദരന്മാരെ, ഇവിടെ ചരിത്രത്തിൽ കടന്നുപോയ
വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ചരിത്ര സന്ദർഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കത്തക്ക നിലയിൽ കാലഗണനയെ അതിന്റെ അടിസ്ഥാനമായി ഹിജ്റയെ ചേർത്ത് നിർത്തുന്നു. വർഷാവർഷം മുഹറം മാസത്തിൽ മൂസ അലൈഹിസ്സലാമിന്റെ വിമോചനത്തെ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്നു. ഇതൊക്കെ ആചാരപരമായി കടന്നു പോകേണ്ട ചില സംഗതികളാണ്. അതിനപ്പുറം ഇതെല്ലാം സത്യവിശ്വാസികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഈമാനികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള ഔന്നത്യവും വിമോചനവുമെല്ലാം ഉറപ്പുവരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള വഴിയടയാളങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലൻ. തീർച്ചയായും നാം നിങ്ങൾക്ക് ഒരു റസൂലിനെ, ഒരു ദൂതനെ, ഒരു പ്രവാചകനെ നാം നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്ക് മേൽ സാക്ഷിയായി. ഏതുപോലെ എന്നാൽ കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔൻ ജനതയിലേക്ക് നാം ഒരു ദൂതനെ അയച്ചതുപോലെ. അപ്പം ഫിർഔന്റെ ജനവിഭാഗത്തെ അഥവാ ബനൂ ഇസ്രായേലിലെ ഈജിപ്തിൽ അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേൽ ജനവിഭാഗത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഫിർഔന്റെ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചത് ആ സമൂഹത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ, പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് അന്ന് നബിയെ നിയോഗിച്ച നാൾ മുതൽ അന്ത്യനാൾ വരെ വരുന്ന ജനവിഭാഗത്തെ കാലാകാലങ്ങളിലുള്ള ഫറോവമാരുടെ ഏകാധിപത്യ അടിച്ചമർത്തൽ പ്രവണതകളിൽ നിന്നും ആ പ്രവണതകളെ വകഞ്ഞു മാറ്റി വിമോചനത്തിന്റെ ദിവ്യപാതകൾ തെളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്. ഖുർആനിൽ എന്തിനാ ഇങ്ങനെ ഒരു ആയത്ത് കിട്ടി? സഹോദരന്മാരെ, അതാണ് അതിന്റെ ശരിയായ വിവക്ഷ. ഇതാണ് ചരിത്രപരമായ അതിന്റെ വ്യാഖ്യാനം. ചരിത്രം അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അങ്ങനെ അല്ലാഹു തആല നിയോഗിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ കുറഞ്ഞ സമയമുള്ളൂ, അതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന്റെ പാഠങ്ങൾ എന്താണ്? ഹിജ്റയുടെ പാഠം 2-3 കാര്യങ്ങൾ മാത്രം ഞാനുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുന്നതാണ്, മനുരീദു, നാം ഉദ്ദേശിക്കുന്നു, അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെടുന്ന, ഭൂമിയിൽ ഇരകളാക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കുമേൽ നാം ഉദ്ദേശിക്കുന്നുണ്ട്, അൻ നമുന്ന, അവർക്ക് നന്മ ചെയ്യണം എന്ന് നാം ഉദ്ദേശിക്കുന്നു. വനജഅലഹും അഇമ്മതൻ, എന്നും ഇങ്ങനെ മക്കയിലും മദീനയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും, ഫലസ്തീനിലും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മറ്റുള്ള അക്രമികളാൽ അടിച്ചമർത്തപ്പെട്ട നിലയിൽ അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി നിന്ദ്യരായി, അടിമകളായി ജീവിച്ചു പോകണം എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിലെ ജനവിഭാഗങ്ങൾ എന്നും ഫറോവമാരുടെ അടിമത്തത്തിൽ കഴിയണമെന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. ഫിറഔന്റെ സംഭവങ്ങൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ്
വിവരണത്തിന്റെ തൊട്ടു മുമ്പ് സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയാണ് വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിത ജനവിഭാഗത്തിന് നന്മ നൽകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരെ നേതാക്കന്മാരാക്കി മാറ്റണം, ജനനായകന്മാരാക്കി മാറ്റണം. ഈ ഭൂമിയുടെ അനന്തരാവകാശികളാക്കി മാറ്റണം. ഇത് ആഖിറത്തിലെ കാര്യം, ഇത് ദുനിയാവിലെ കാര്യം. സത്യവിശ്വാസികൾക്ക്, വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ കണക്കറ്റ പ്രതിഫലമുണ്ട് സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഒരു ഖൈറു ഉമ്മത്ത് എന്ന നിലയിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഒരു ജനവിഭാഗമാണ് നിങ്ങൾ. ഉത്തമ സമൂഹമാണ് നിങ്ങൾ, ഉത്കൃഷ്ട സമൂഹമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മയെ വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി തീരണം. നിങ്ങൾ ആലോചിച്ചു, ഒരു സമൂഹമാണ്. ആ സമൂഹം എന്താവണം? ആ സമൂഹം നന്മയുടെ ആജ്ഞാശക്തിയാകണം. ആ സമൂഹം ഒരു പ്രഷർ ഗ്രൂപ്പ് ആവണം. ആ സമൂഹം നന്മയുടെ ഒരു സമ്മർദ്ദ ശക്തിയാവണം. ലോകത്തെ ലോക സമൂഹങ്ങൾക്കിടയിൽ നന്മയുടെ ആജ്ഞാശക്തി അങ്ങനെ ചെയ്യണമെന്ന് ആ സമൂഹം പറഞ്ഞാൽ പൊതുസമൂഹം സമ്മർദ്ദത്തിലാവണം. തിന്മയെ വിലക്കുന്നവരാവണം. അംബ്ര എന്ന് നെഹി എന്നൊക്കെ പറഞ്ഞാൽ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നന്മ ഉപദേശിക്കുക, തിന്മയിൽ നിന്നും ആളുകളെ മാറാൻ വേണ്ടി ഉപദേശിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. സഹോദര, നിസ്കരിക്കണം കേട്ടോ, നോമ്പ് പിടിക്കണം, പടച്ചോനുണ്ട് കേട്ടോ, അള്ളാഹുവിൽ വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ഉപദേശം, നസീഹത്ത് എന്നൊക്കെ പറയാം. പക്ഷെ ഇതെന്താ? അംബ്ര എന്നും നഹീം എന്നുമാണ് പറയുന്നത്. അംബ്ര എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക എന്ന്, കൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പവറുള്ള വ്യക്തിക്കോ സമൂഹത്തിനോ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സമൂഹത്തിന് അവർക്ക് അധികാരം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ചില ഗ്രൂപ്പുകൾ പറഞ്ഞാൽ, ചില സമൂഹങ്ങൾ പറഞ്ഞാൽ അവിടെ നടക്കുന്ന അനീതി, അക്രമം, അന്യായം, വിവേചനം, അഴിമതി, പക്ഷപാതിത്വം, തോന്നിയാസങ്ങൾ അത് ചെയ്യരുത് എന്ന് അധികാരിയോടാവട്ടെ പൊതുസമൂഹത്തോടാകട്ടെ പറഞ്ഞാൽ അത് വിലമതിക്കപ്പെടുകയും അതൊരു സമ്മർദ്ദം ചെലുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹം. കാരണം എന്താ? ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമൂഹമാണ്. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും അധികാരത്തിന്റെ ഭാഷ സ്വീകരിക്കാനും അധികാരം പ്രയോഗിക്കാനും പറ്റുന്ന വേറൊരു സമൂഹമല്ല. ഉപരിജത്തിൽ ഇന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമൂഹം, ജനങ്ങൾക്ക് വേണ്ടി നന്മയെ കൽപ്പിക്കാൻ കഴിയും. അതുപോലെ തിന്മ അരുതണ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം, ഖൈറു ഉമ്മത്തായ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ, അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവരുടെ നേതാവ് അത് പറഞ്ഞു, മുസ്ലിം സമൂഹം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വിലമതിക്കപ്പെടണം. ആരാന്റെ ആട്ടും തുപ്പും കിട്ടുന്ന നക്കാപ്പിച്ചയും വാങ്ങിത്ത് അധികാരത്തിലും വിദ്യാഭ്യാസ രംഗത്തും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്ത് നക്കി ആളുകളുടെ കാലിൽ നക്കി കുനിഞ്ഞു കുമ്പിട്ട് മുട്ടിയറിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. നന്മയുടെ ആജ്ഞാശക്തിയാവണം. തിന്മയെ വിലക്കാൻ ആജ്ഞാശക്തിയുള്ള ഒരു സമൂഹമായി ഉയർന്നു വരണം. ഇത്തിരി പോകുന്നൊരു സമൂഹം 56 കഷ്ണങ്ങളായി ഇങ്ങനെ തുണ്ടം വെട്ടി ഓരോരുത്തരും ബാധിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ഉസ്താദ്, ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളാണ് ഇവിടെ എല്ലാം. ബാക്കിയുള്ളവരൊക്കെ പോക്കാണ്.
സഹോദര, ഒരു സാമൂഹികമായ നന്മകൾ. എന്താ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ? അവിടെ നന്മയുണ്ടാവണം, നീതി ഉണ്ടാവണം, സമത്വം ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാവണം, ക്ഷേമം ഉണ്ടാവണം, അഴിമതി ഉണ്ടാവരുത്, ലഹരി ഉണ്ടാവരുത്, അരാജകത്വം ഉണ്ടാവരുത്, അഴിമതി ഉണ്ടാവരുത്, വർഗീയത ഉണ്ടാവരുത്, പക്ഷപാതിത്വം ഉണ്ടാവരുത്, ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കണം, ക്ഷേമം ഉണ്ടാവണം. ഇതൊക്കെ ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി, ഒരു ശക്തിയായി, ഖൈറു ഉമ്മത്തായിട്ട് മാറും. അതുകൊണ്ട് ഈജിപ്തിലെ ജനവിഭാഗത്തിന്റെ വിമോചനത്തെ കുറിച്ച് പറയുന്ന ചരിത്രം തുടങ്ങുന്ന സൂറത്തുൽ ഖസസിന്റെ ആരംഭത്തിൽ ആമുഖമായി അള്ളാഹു പറഞ്ഞു വെക്കുന്നു, നമ്മുടെ ഉദ്ദേശം ഇതാണ്, നമ്മുടെ ലക്ഷ്യം ഇതാണ്. ഈ സമൂഹത്തിന് അങ്ങനെ ആരാന്റെ ആട്ടും തുപ്പും കേട്ട് കണ്ടവനൊക്കെ കയറി അവനെ ആക്രമിക്കാനും അടിക്കാനും നശിപ്പിക്കാനും ഒന്നും വിട്ടുകൊടുക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കാലം വരും അന്ന് ഈ സമൂഹം വിശക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണത്തളികയിൽ വെച്ച ഭക്ഷണത്തളികയിലെ ഭക്ഷണം പോലെ ആയിപ്പോകും. നമ്മൾ വളരെ ന്യൂനപക്ഷമായിരിക്കും. അപ്പോ ഒരുപാട് കോടികളുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കോടികൾ. അനൗദ്യോഗിക കണക്ക് പ്രകാരം 10-30 കോടി മുസ്ലിങ്ങളുണ്ട്. പക്ഷേ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ ആയിപ്പോയി. നിങ്ങളെ വാഹിന് ബാധിച്ചിരിക്കുന്നു. വാഹിൻ എന്ന് പറയുന്ന അതെന്താ? ഷെഗല്ലാണ്. അതല്ല വേറെ വല്ല നേരത്തെ കഴിഞ്ഞുപോയ നിപ്പയാണ്. അതല്ല വേറെ ഏതെങ്കിലും വൈറസുകളാണ്. അതെന്താ സാധനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഒമൽ വഹ്രി യാ റസൂലല്ലാഹ്, വഹ്രി എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തു, ദുനിയാവിലുള്ള സ്നേഹം, മരിക്കാനുള്ള പേടി. എനിക്ക് ജീവിക്കണം. അത് ഏത് വഴിയിലായാലും, ഈ പാർട്ടി സ്ഥാനത്ത്, സംഘടനാ തലപ്പത്തായാലും, എവിടെ ഇരുന്നാലും എന്റെ കാലം എങ്ങനെയെങ്കിലും കഴിഞ്ഞോണം. എനിക്ക് ഈ സ്ഥാനം എനിക്ക് ഓർപ്പിക്കണം, എന്റെ കുടുംബത്തിനും ഒക്കെ ജീവിക്കണം. അതല്ലാത്ത വേറെ ഐഡിയ ഒന്നും. അണികൾക്കും സമുദായത്തിലെ ഓരോ അംഗങ്ങൾക്കും എല്ലാം ഇത് തന്നെ ചിന്ത. അപ്പോ മരിക്കാനുള്ള പേടിയും. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ, നീതി പറഞ്ഞാൽ, ന്യായം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂ എന്നുള്ളത്. അങ്ങനെ അങ്ങ് പോയി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് വാഹിന് പറഞ്ഞു. അതോടൊപ്പം നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരുടെ മേക്കിട്ട് കയറാൻ പോയാൽ ശരിയാവൂല, വെറുതെ വിടൂല, അവരോട് അങ്ങനെ ചെയ്താൽ ശരിയാവൂല, അവര് പ്രതികരണ ശേഷിയുള്ള ഒരു സമുദായമാണ് എന്നൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ അള്ളാഹ് അതൊക്കെ എടുത്ത് ഊരിക്കളഞ്ഞു, ഒഴിവാക്കി കളഞ്ഞു. നിങ്ങളുടെ ശത്രുവിന്റെ മനസ്സിൽ അള്ളാഹുവിട്ട് നീക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള സ്നേഹവും മരിക്കാനുള്ള പേടി. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഭയവും ഇല്ല. NSS ഓരോ പറഞ്ഞു നോക്കണം, അപ്പൊ അറിയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവിടുത്തെ ജാതി വിഭാഗങ്ങളെ കുറിച്ച് ഓരോ പറഞ്ഞു നോക്കണം, അപ്പൊ അറിയാം. ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു നോക്കണം. സമുദായം, മുസ്ലിം സമുദായത്തെ കുറിച്ച് എന്തു ആർക്കും എന്തു ആവാം. അവന്റെ അവകാശങ്ങൾ, അവന്റെ വിദ്യ പഠിച്ചു നേരെയല്ലേ നമ്മളെല്ലാം. മക്കളെല്ലാം പഠിപ്പിച്ചോളി. മലപ്പുറത്ത് നിറച്ച് മക്കളെല്ലാം പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ടോ? എന്തല്ല എവിടെയെല്ലാമാണ് നമ്മുടെ പ്രശ്നങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ചെറിയ ഉദാഹരണത്തിന് സൂചിപ്പിച്ചത്. അപ്പോ ഖൈറു ഉമ്മത്താണ്. ആ ഉമ്മത്ത് എന്നും തല്ലുകൊള്ളികളും ആരാന്റെ വിറക് വെട്ടികളും വെള്ളം കോടികളുമായി ഇങ്ങനെ ആട്ടുത്തുപ്പ് കേട്ട് നിങ്ങരായി ജീവിക്കാനുള്ളതല്ല. ഇസ്സത്തോടുകൂടി നന്മയുടെ, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ, ക്ഷേമത്തിന്റെ മുഴുവൻ മാതൃകകളായി നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ഉമ്മത്താണിത്. ഖൈറും അവരെ കണ്ടുപിടിക്കും. ഉത്തരവാദിത്തബോധമുള്ളവരായിട്ട് ഓരോരുത്തർ ജീവിക്കും.
അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ഭൂമിയിൽ നേതാക്കളാക്കണമെന്ന് നാം വിചാരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ലക്ഷ്യമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ലക്ഷ്യത്തിനനുസരിച്ച് ഇവിടെ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നേതാക്കളും ജേതാക്കളും ഒക്കെ ആയി മാറണമെങ്കിൽ, നമ്മൾ നന്മയുടെ സമ്മർദ്ദ ശക്തിയായി മാറണമെങ്കിൽ, ഇസ്സത്തുള്ള ഉമ്മത്തായി മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അങ്ങനെ മാറണമെന്ന് സ്വയം ഒരു ചിന്തയുണ്ടാകണം. അങ്ങനെ മാറാൻ സ്വയം ചിന്തയില്ലാത്തിടത്തോളം കാലം അള്ളാഹ് നമ്മളെ മാറ്റില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാവാത്ത ഒരു ജനവിഭാഗത്തെയും അള്ളാഹു മാറ്റില്ല. ആർക്കാം അങ്ങനെ ഒരു തോന്നലുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചോളി. ഇവിടെ ഈ പ്രസംഗം കേട്ടിട്ടോ അല്ലാതെയോ നിങ്ങളൊക്കെ വിചാരിക്കുന്നു ഈ ഉമ്മത്തിനൊരു മാറ്റം വേണം, ഐക്യം വേണം, സൗഹാർദ്ദം വേണം, നീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളണം, അവകാശങ്ങൾ നേടിയെടുക്കണം, നമുക്ക് നല്ല സംസ്കാരം ഉണ്ടാകണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം. ഇതൊക്കെ ഒന്ന് പോയിട്ട് ഏതെങ്കിലും നേതാക്കന്മാരുടെ ഒക്കെ പോയിട്ട് നിങ്ങളൊന്ന് സ്വകാര്യമായി സംസാരിക്കും. അവർ പറയും ആർക്കാ ഹബീബിപ്പൊ സമയം, എങ്ങനെയാണ് നമുക്ക് സാധ്യമാവും? നെഗറ്റീവ് പറയും. അപ്പൊ ആർക്കും അതിനൊന്നും മാറാൻ തയ്യാറല്ല. മാറ്റത്തിന് വേണ്ടിയുള്ള ചിന്തയ്ക്ക് പോലും ഇടം കൊടുക്കൂല. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നെഗറ്റീവ് പറയാൻ ഇതൊക്കെ മാറും, പക്ഷെ കുറച്ചൊക്കെ കൊള്ളേണ്ടി വരും, കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും, ഇനിയും കുറച്ചുകൂടെ ഇവിടെ പോയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കും. അതിനു മുമ്പ് നമുക്ക് മാറ്റം തരട്ടെ സഹോദരന്മാരെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എവിടെ നിന്നും, മൂസാ നബി അലൈഹിസ്സലാമയുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ വിമോചനത്തിന്റെ ആവശ്യകത മനസ്സിലാവൂല. അപ്പോൾ ഒരു ഔന്നത്യമുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കണം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമയുടെ വീട്ടിൽ നിന്നും മൂസാ നബി അവിടെ ജനിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ കൊന്നുകളയും, പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി വിട്ടു. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? ഫിറോന്റെ കൊട്ടാരത്തിൽ വളർത്തുകയാണ്. ഔന്നത്യമുള്ള ഒരു ജീവിതം ഉണ്ടാവും. നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും നല്ല ഒരു ഉയർന്ന നിലവാരമൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളും അടിമത്തവും നിന്ദയും ഒക്കെ പുറക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു ഉന്നത ബോധം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനെ ഫിറോന്റെ കൊട്ടാരത്തിൽ വളർത്തി. അപ്പോൾ ആ ഒരു പ്രതാപവും ഇതൊക്കെ കണ്ട് സമൂഹത്തിൽ ഈ ഉയർന്ന അവസ്ഥ, ആ മനോഗതിയൊക്കെ അവിടെ നിന്ന് പഠിക്കുക. അപ്പൊ പിന്നെ സമൂഹത്തിൽ ഇതൊക്കെ അവിടെ അടിമത്തോടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും. മറ്റേ അടിമയായിട്ട് ജീവിച്ചാൽ കയ്യിൽ കിടക്കുന്ന ഈ ചങ്ങലയൊക്കെ ആഭരണമായിട്ട് തോന്നുമ്പോൾ എന്താ അടിമത്തം? നമ്മളിപ്പോ ജീവിച്ചു പോവില്ലേ, കുറെ കാലമായില്ലേ, തുണിയില്ല, തിന്നാൻ ആഹാരമില്ല, കിടക്കാൻ വീടില്ല, നമ്മളെ മറ്റുള്ളവരുടെ അടിമകളാക്കിയിട്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഇമാമിങ്ങൾ എപ്പോഴും ഖുറൈശികളിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ജാതീയതയോ ജാതി മേൽക്കോയ്മയോ അല്ലെങ്കിൽ വംശീയമായ മേൽക്കോയ്മയോ ഒന്നും അല്ല പറയുന്നതിന്റെ സയൻസ്. മറിച്ച് അത് ഉന്നത നിലവാരത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾക്ക് മാത്രമേ സമൂഹത്തിലെ അടിമത്തവും നിന്ദയും ഒക്കെ പൊറുക്കാതിരിക്കാനുള്ള ഒരു പിന്നെന്താണ് ഒരു അതിനെ ഉള്ളിൽ ഒതുക്കാൻ പറ്റാത്തതിലുള്ള ഒരു വെപ്രാളം ഉണ്ടാവും. മറ്റേത് അടിമയായിട്ട് ജീവിച്ചാൽ പിന്നെ എന്നും ആ ആഭരണമായിട്ട് തോന്നുള്ളൂ, അടിമത്തത്തിന്റെ ചങ്ങലകളും കൈച്ചങ്ങലകളും. അപ്പോ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ 13 കൊല്ലം അങ്ങേയറ്റം സഹിച്ചു. ഇനി അങ്ങോട്ട് പോകൂല. എന്തിനാ ഈ അബൂലഹബിന്റെ ഉത്ബത്തിന്റെ ഷൈബത്തിന്റെയും ഈ ഖുറൈശി നാട്ടു പ്രമാണിമാരുടെയും ഏമാന്മാരുടെയും വലിയ വലിയ പിന്നെ എന്താണ് അധികാരികളുടെയും ഒക്കെ മുമ്പിൽ അവിടെ സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തം പേറിയിട്ട് അവിടെ നിൽക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എങ്ങോട്ട് പോവാൻ സ്വാതന്ത്ര്യം വേണം. അതാണ് പ്രധാനം. മോചനം വേണം, ഇസ്സത്ത് വേണം. അള്ളാഹുവിന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കും അവകാശപ്പെട്ടതാ, അള്ളാഹ് വെച്ചിരിക്കുന്നതാണ്. അടിമത്തവും നിന്ദതയും അധമബോധവും ഇതൊന്നും മുഅ്മിനീങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഞാൻ അള്ളാഹുടെ മാത്രം അടിമയാണെന്ന് ആ പ്രഖ്യാപനം. പടച്ചോനും ബാക്കി എല്ലാവരും സമന്മാരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊറുക്കാൻ കഴിയില്ല. ത്വായിഫിലേക്ക് പോകുന്നു, നടക്കുന്നില്ല. പിന്നീട് വീണ്ടും എങ്ങോട്ട് പോകണം? ഇങ്ങനെ മദീനയിൽ നിന്ന് തീർത്ഥാടനത്തിന് ആളുകൾ വരുന്നു, 2-3 ഘട്ടങ്ങളായിട്ട് വരുന്നു. ഓരോ വർഷവും അവരുമായിട്ട് കരാറുകൾ ഉണ്ടാക്കുന്നു. അവസാനം മദീനയിലേക്ക് പോകുന്നു, തല ഉയർത്തി ജീവിക്കുന്നു, കരാറുണ്ടാക്കുന്നു, സൗഹൃദ കരാർ. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ആഭ്യന്തരമായി സൗഹൃദ കരാർ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഇതര ജനവിഭാഗം, ജൂത വിഭാഗങ്ങളെ പോലുള്ള സമൂഹങ്ങളുമായിട്ട് ബഹുസ്വര കരാർ ഉണ്ടാക്കി വെക്കുന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്യ ശത്രുക്കളായ അവിടെ നാട്ടിലുള്ള ആ ഏമാന്മാർക്കെതിരിൽ, അവിടുത്തെ ഏകാധിപതികൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ മുതൽ ഇങ്ങനെ നീങ്ങി. എട്ടാമത് കൃത്യമായ ആസൂത്രണം. ആ ആസൂത്രണത്തോടുകൂടി 8ാമത്തെ കൊല്ലമായപ്പോൾ മക്ക ഫതഹായി തീരുമാനിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിലെ പാഠം എന്ന് പറയുന്നത്, ഒന്ന്, ജീവിക്കുന്ന നാട്ടിൽ ഒരു മുഅ്മിൻ എന്ന നിലയിൽ മുഹാജിറിന്റെ മനസ്ഥിതി അനുസരിച്ച് ഏറ്റവും പ്രിയപ്പെട്ട വീടാകട്ടെ, നാടാകട്ടെ, പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ, മക്കളാവട്ടെ, എന്തിനേയും, നമ്മുടെ സമ്പത്താകട്ടെ, എന്തും വിട്ടുപോകാൻ, എന്തിനേയും അള്ളാഹുവിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഔന്നത്യത്തിന് വേണ്ടി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഹിജറ തോന്നുന്നത്. വേണ്ടി വന്നാൽ ഇപ്പൊ ഒഴിവാക്കണ്ട, വേണ്ടി വന്നാൽ ഒഴിവാക്കാൻ കഴിയൂ. പടച്ചോന്റെ ദീന് വേണോ, എനിക്ക് എന്റെ സമ്പത്തും ഭാര്യയും മക്കളും വേണോ എന്ന് ചോദിച്ചാൽ അവിടെ ശങ്കിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ മുഅ്മിനാവാൻ കഴിഞ്ഞിട്ടില്ല. ഉലൈക ഹുമുസ് സാദിഖൂൻ അല്ലാഹു പറഞ്ഞവർക്ക് ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫളൻ മിനല്ലാഹി വ റിദ്വാന വ യൻസുറുനല്ലാഹ വ റസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. സ്വന്തം നാട്, വീടും, പിന്നെ സമ്പത്തും എല്ലാം വിട്ടറിഞ്ഞു പോയ ആളുകൾ, സഹാബികൾ, മുഹാജിറുകൾ, അവരാണ് സത്യസന്ധന്മാർ, മുഅ്മിനാണെന്ന് സത്യം പറഞ്ഞവർ. നമ്മളങ്ങനെ സത്യം പറഞ്ഞവർ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നു. ഇനി വിട്ടുപോകുന്ന ആളുകൾ നേരെ മറുവശത്ത് ഇവിടെ നിങ്ങൾ നോക്കൂ. സുഹൈബ് റൂമി റളിയല്ലാഹു തആല, സുഹൈബ് റളിയല്ലാഹു വമ്പിച്ച സമ്പത്താണ്. അതിനെ തടഞ്ഞു വെച്ചു. അവർ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. സമ്പത്ത് എന്നാൽ വിടുവോന്ന് ചോദിച്ചു. സമ്പത്ത് മുഴുവൻ വിട്ടുകൊടുത്തു പോയി. അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു തആല, അദ്ദേഹവും ഭാര്യയും മോനും കൂടെ പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ കുടുംബക്കാർ വന്നിട്ട് ഭാര്യയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ അബൂ സലമ റളിയല്ലാഹു തആലയുടെ വീട്ടുകാർ വന്നിട്ട് മോനെയും തടഞ്ഞു. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഹിജറ പോയത്. അപ്പൊ ഭാര്യയെ, കുഞ്ഞു മോനെയും ഒഴിവാക്കിയിട്ട് കാലാകാലത്തേക്ക് പോകും. ഇതേപോലെ ഓരോ സംഭവങ്ങൾ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല, ഇതൊക്കെ സഹാബാക്കൾ അനുഭവിച്ചിട്ടുണ്ട്. നേരെ മറുവശത്ത് ഇതെല്ലാം വിട്ടറിഞ്ഞ് ഈമാന്റെ പേരിൽ ചെല്ലുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ എതിരേൽക്കാൻ, വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വ യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ലാഹു തആല പറയുന്നു, നേരത്തെ കൂട്ടി തന്നെ ഈമാനും താമസിക്കാനുള്ള പാർപ്പിടവുമെല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ആളുകൾ, അവരെ ഇഷ്ടപ്പെട്ടു, എന്റെ സഹോദരന്മാരായ മുഹാജിറുകൾ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് വീടൊരുക്കി കാത്തിരിക്കുന്നു, സൗകര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു, എന്തിനും പകുത്തു കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ആളുകൾ. വലാ യജിദു ഫീ സുദൂരിഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വ യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് സ്വന്തം ആവശ്യം, അത്യാവശ്യം ഉള്ളതാണ്, അതാണ് ഇവർക്ക് വേണ്ടി പകുത്തു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മനസ്ഥിതി നിങ്ങൾ നോക്കൂ. ഇത് വെറുതെ അല്ല, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ എടുത്തു കാണിക്കാൻ പറ്റാത്ത ഒരു അത്ഭുത ചരിത്രമാണ് മദീനയിലെ അൻസാറുകൾ, മുഹാജിറുകളായ സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സാഹോദര്യത്തിന്റെ സമർപ്പണം എന്ന് പറയുന്നത്. സ്വന്തം വീട്, നമ്മളെ ബഹുനില കെട്ടിടം നിങ്ങൾ ആലോചിച്ചു നോക്കി. നിങ്ങൾക്കുള്ള 2 നില വീട്, നിങ്ങൾ പറയണി വന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥികൾ, അള്ളാഹുവിന്റെ ദീനിന്റെ അതിഥികൾ വന്നു, അവർ ഏതോ നാട് വിട്ടു വന്നു, ദീനിന്റെ സംരക്ഷണാർത്ഥം വന്നാൽ താമസിച്ചോ, ഈ നില മുഴുവൻ നിങ്ങൾക്കുള്ളതാണെന്ന് എഴുതി കൊടുക്കാൻ നമുക്ക് പറ്റും? പറ്റോ സഹോദരന്മാർ? ആർക്ക് പറ്റും? പറ്റണം. ഒരു പുതുമുസ്ലിമിനെ പോലും 2 ദിവസത്തേക്ക് നിർത്താൻ നമുക്ക് പറ്റുന്നത്. ഒരു അതിഥിക്ക് പോലും 2 ദിവസം വീട് ഒഴിഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾക്ക് എവിടെ എത്തും? അതേപോലെ തന്നെ ഇവർ കാണിച്ചു കൊടുക്കുന്നതാ, എന്റെ തോട്ടം, കൃഷിത്തോട്ടം, കേറിക്കോ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അതുപോലെ പ്രമുഖരായ സഹാബികളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഒരു സഹാബി മക്കയിൽ നിന്ന് വന്ന ഒരു മുഹാജിറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. ആർക്കും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇദ്ദേഹം വലിയ പട്ടിണിയിലാണ്. അൻസാരി സഹാബി ചാടി എഴുതിച്ചോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം, വീട്ടിലൊന്നുമില്ല. എന്നിട്ട് കൊണ്ടുപോയി. അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. രാത്രിയാണ്, ഇശായുടെ സമയത്താണ്. അവിടെ എന്തോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്ക് കൊടുത്തിട്ട് ഉറക്കാൻ വേണ്ടി ഇരിക്കുന്ന ഉമ്മയാണ്.
ഉടനെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതിഥി വന്നിട്ടുണ്ട്, എന്തെങ്കിലും കൊടുക്കണം. വിശന്ന് വന്ന അൻസാരിയായ സഹാബിയാണ്, അതിഥി നമ്മൾ ആദരിക്കണമല്ലോ. അപ്പൊ പറഞ്ഞു നമുക്കിത് കൊടുക്കാം അദ്ദേഹത്തിന്. അങ്ങനെ രണ്ടുപേരും കൂടെ യോജിച്ചിട്ട് അവിടെ ഇരുട്ടത്തിരുത്തിയിട്ട് എന്തോ പാചകം ചെയ്യുന്നു, വരുത്തി തീർന്ന് ഭക്ഷണം കഴിക്കുന്നു ആക്ഷൻ കാണിച്ചിട്ട് അവിടെ ഇവർ ഇരുട്ടത്തിരിക്കുക, മറ്റേ ആളിന് ചെറിയ വിളക്ക് വെച്ചിട്ട് ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്തിട്ട് ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് അൻസാരികളായ സഹാബികൾ. സഹോദരന്മാരെ, ഇതേപോലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ, സമർപ്പിക്കാൻ, നമ്മുടെ സമ്പത്ത്, വീട്, ജീവൻ, ജീവിതം എന്തും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുമ്പോഴേ നമുക്ക് ഹിജ്റ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഇത്തരം ത്യാഗങ്ങളെ കുറിച്ച് അയവിറക്കാനും അതിനോടൊപ്പം നമുക്ക് നോമ്പ് പിടിക്കുമ്പോൾ അതിന്റെ സ്പിരിറ്റും ഒക്കെ നമ്മളിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് വരണം. ഒരു പള്ളി വെക്കുന്നുണ്ടല്ലോ നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ. നമ്മുടെ വീട് വെക്കുകയാണെങ്കിൽ, ഞാൻ അവസാനിപ്പിക്കണം, നമ്മുടെ വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ത്യാഗം ചെയ്യും? മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, ഒരു പറമ്പ് വസ്തു വാങ്ങാൻ എന്തെല്ലാം നമ്മൾ ചെയ്യും? നമുക്ക് അള്ളാഹുവിന്റെ പള്ളി വേണം. ഇത് നമുക്ക് അത്യാവശ്യമുള്ളതാ. പുതിയ തലമുറ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കയറി വരും ഇൻഷാ അല്ലാഹ്. അവർക്കൊക്കെ ഇസ്സത്തോടു കൂടി അള്ളാഹിന്റെ പള്ളി ഉപയോഗപ്പെടുത്തണം. അതിന്റെ സാംസ്കാരികമായ ഹിദായത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. അതിന് പറ്റുന്ന ഒരു പള്ളി നമ്മൾ രൂപകൽപ്പന ചെയ്ത് അൽഹംദുലില്ലാഹ് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ചെറിയ അവസ്ഥയിലാണുള്ളത്. നിങ്ങളെല്ലാവരും കൂടി ഒത്തുപിടിച്ച് കാര്യമായി നമുക്ക് നാളെ കബറിൽ പോയി കിടക്കണം, മനുഷ്യരെ രക്ഷപ്പെടണം. ഇതിനൊക്കെ നമുക്കൊരു സന്ദർഭം കൂടിയാണ്. ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓർത്തു വെച്ചോളാം. ഇതേപോലെ നമുക്കുള്ളതിൽ നിന്നും പകുത്തു കൊടുക്കാൻ, കൊണ്ട് പൊക്കോ, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാമല്ലോ എന്ന് പറയാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹു കബൂലാക്കട്ടെ. സഹോദരന്മാരെ, ആ നിലയിൽ മുഅ്മിനീങ്ങൾ മക്കയിൽ നിന്ന് വന്നവരുടെ ആ ത്യാഗം വിട്ട് ഉപേക്ഷിച്ച് കളയാൻ, ആദർശ സംരക്ഷണത്തിന് വേണ്ടി എന്തും ഒഴിവാക്കി വന്ന ആളുകൾക്ക് പകുത്തു കൊടുക്കാനുള്ള മനസ്സ്. അതേപോലെ തന്നെയാണ് ആസൂത്രണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലെ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്തൊരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് സൗഹൃദപരമായി അവരെ നന്മയുടെ ആജ്ഞാശക്തികളാക്കി മാറ്റാൻ ഒക്കെ നമുക്ക് കഴിയണം. അതാണ് ഇതിൽ നിന്നുള്ള ചെറിയ പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.